ഇവിടുത്തെ എത്രയോ പഴയ ടെക്സ്റ്റൈൽസ് ആണ്. പണ്ട് ഒരു കാലത്ത് അവിടെ തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അവിടുന്ന് സാധനം കിട്ടാൻ വേണ്ടി, കാരണം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് പോന്ന ആളുകൾ തുടങ്ങിയ സ്ഥാപനമായി. ഇവിടെ ഭയങ്കര കോളിലൊക്കെ സൃഷ്ടിച്ച ആൾക്കാരാണ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ. ഇന്നൊരു മനുഷ്യല്ലേ എൻ്റെ ഉള്ളിൽ, ഫുൾ പഴയ സാധനം. നിങ്ങൾ നോക്കിയാലാണ് അവിടുത്തെ സെയിൽസ്മാൻമാരായിട്ടുള്ള പ്രശ്നം ഉണ്ടായതാ. അന്ന് റാക്കിലാണ് സാധനം. ഇന്നത്തെ ഇങ്ങനെ എക്സ്പീരിയൻസ് ലെവൽ ഇല്ല. 2-3 എടുത്തിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ ആളുകൾ കേറാതായതാ, അങ്ങോട്ട് കേറാതായതാ. അപ്പൊ നിങ്ങളെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാവും. അതിന് മുതലാളി ഇപ്പോഴും അയാൾ തന്നെയാണ്. പക്ഷെ മുതലാളിയുടെ കുഴപ്പം കൊണ്ടല്ല ഉണ്ടായത്. ആരെ കുഴപ്പമുണ്ടത്? സെയിൽസ് സ്റ്റാഫിന്റെ പ്രശ്നമാണ് ഉണ്ടായത്. ഓലൊക്കെ പല വഴിക്ക് പോയി. ഓലിപ്പെന്ന് വർക്ക് ചെയ്യണ സെയിൽസ് സ്റ്റാഫുകൾ പോപ്പീസിലും അതേപോലെ തന്നെ ഇതിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അതിനൊക്കെ നല്ല ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചിലർ സ്വന്തം സ്ഥാപനം തുടങ്ങിയവരുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആ സെയിൽസ്മാൻമാരാണ് ആ സ്ഥാപനത്തിനുണ്ട്. അതായത് നിങ്ങൾ പോകുന്ന സ്ഥാപനത്തിൻ്റെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കസ്റ്റമറെ ഡീൽ ചെയ്യാൻ. നിങ്ങൾ എന്താ സെയിൽസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റോ സർവീസോ വിൽക്കലല്ല സെയിൽസ്. കസ്റ്റമറുടെ പ്രോബ്ലംസ്, അവരുടെ പ്രയാസങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കലാണ് സെയിൽസ് യഥാർത്ഥത്തിൽ. വി ആർ എ കോൺട്രിബ്യൂട്ടേഴ്സ്. നമ്മളെല്ലാവരും അങ്ങനത്തെ ആളുകളാണ്, കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. മറ്റുള്ള ഒരാളെ സഹായിക്കാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ട പണി. അവിടെയാണ് നിങ്ങൾ പൊസിഷൻ ചെയ്യേണ്ടത്. എന്താണ് പ്രശ്നം? ഈ പ്രശ്നം കൈകാര്യം ചെയ്യണമെങ്കിൽ ആദ്യം സ്വന്തം പ്രശ്നം കൈകാര്യം ചെയ്യാൻ പഠിക്കണ്ടേ? അതിനാണ് ഞാൻ ആദ്യം ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞത്.